ഹായ്, ഗുഡ് മോർണിംഗ്. കുരിശെങ്കിലാണേ. ഒരുപാട് നാളായി എൻ്റെ ഓൺ വോയിസിൽ വീഡിയോ ഇട്ടിട്ട് വീഡിയോസൊന്നും കാണുന്നില്ലല്ലോ എന്നെൻ്റെ വീഡിയോസ് കാണുന്ന ചില ആൾക്കാരൊക്കെ ചോദിക്കുകയുണ്ടായി. ആൾ ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെ. സത്യത്തിൽ ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഓക്കെയാണ്. പിന്നെ വീഡിയോ ഓൺ വോയിസിൽ ഇടാത്തത് ഒരു മടി കാരണമാണ് കേട്ടോ. ഞാൻ പൊതുവേ ഒരു മടിയുള്ള ക്യാരക്ടറാണ് എൻ്റെ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്ന് എന്നെ ആരെങ്കിലും വാശി പിടിപ്പിച്ചാൽ ഞാൻ പെട്ടെന്നത് ചെയ്യും. പിന്നീട് മടി പിടിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയ ചെറിയ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു മടി പിടിച്ച ക്യാരക്ടറാണ് എൻ്റെ. അല്ലാതെ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. ഞാൻ ഓക്കെയാണ്. പിന്നെ ഇന്ന് ഡ്രോയിങ് ക്ലാസ് കഴിഞ്ഞ് മോൾ കുറച്ച് നാളായി ആയിരവല്ലി പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് അശ്വതിയോട് മോളെയും കൊണ്ടിട്ട് നമുക്ക് പോകാം ആയിരവല്ലിയിൽ, ക്ലാസ് കഴിഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൾ ഓക്കെ പറഞ്ഞു. പിന്നെ നേരെ ആയിരവല്ലിയിലേക്ക് വിട്ട്. കുറച്ച് നൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. ആ നൈറ്റീസൊക്കെ സത്യത്തിൽ ആ പ്രകൃതി സൗന്ദര്യത്തിൽ ഒലിച്ച് മാറിപ്പോയി എന്ന് തന്നെ പറയാം. ചില സന്തോഷങ്ങൾ അങ്ങനെയാണ്, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ലൈഫിൽ സംഭവിക്കും. കണക്ക് കൂട്ടിയും കിഴിച്ചും ഇരുന്നാലും നടക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ട് ലൈഫിൽ. അതിലും ആമയും ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ലോകം കിട്ടി ആയിരവല്ലിയിൽ. അകത്ത് കുറേ വിഷമങ്ങളുണ്ടായാലും പുറമേ വിഷമം കാണിക്കാത്ത പ്രകൃതം ആയതുകൊണ്ടാവാം അശ്വതിക്കും ഈ ദിവസം ഒരുപാട് ഇഷ്ടം വന്നുവെന്ന് അവളും പറഞ്ഞു. അവളുടെ ബാല്യകാലം ഓർത്തു എന്നൊക്കെ അവളും പറഞ്ഞു. മനസ്സെത്ര അസ്വസ്ഥമാണെങ്കിലും കുട്ടികൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മളും നമ്മുടെ ബാല്യകാലത്തിലേക്ക് പോകും. ചില കാര്യങ്ങൾ ഒരു നിമിത്തമായി ലൈഫിൽ നടക്കുന്നതാണ് അല്ലേ, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ. നെഗറ്റീവ്സ് വന്നു ചേരുമ്പോൾ മൈൻഡ് ഫുള്ള് പോസിറ്റീവ് ആക്കുവാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് കഴിയും. ആക്ച്വലി റിമെമ്പേർഡ് മൈ ചൈൽഡ്ഹുഡ്. ഞാനും എൻ്റെ തോടും കുളവും എൻ്റെ ബാല്യകാല ഫ്രണ്ട്സ് അശ്വതി, ശ്യാം, മനു, അങ്ങനെ കുറച്ച് കസിൻസ്, വിനീത, അങ്ങനെ കുറച്ച് ചിത്തു, കുറേ കസിൻസും നമ്മളൊക്കെ ആയിട്ട് തോട്ടിൽ പോവുക, കുളത്തിൽ മീൻ പിടിക്കാൻ പോവുക ഒക്കെ ഞാനും ഓർത്തു എന്ന്. എല്ലാവരുടെയും ബിസി ലൈഫല്ലേ. അപ്പോൾ ആ ബിസി ലൈഫിനിടയിൽ കിട്ടുന്ന ചുരുക്കം ചില സമയങ്ങളാണ് ഇപ്പോൾ എനിക്കും ഉള്ളത്. ആ സമയത്ത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക. അതിൻ്റെ അപ്പുറം ഒന്നും തന്നെ ഇല്ല. പിന്നെ ക്യാഷ് വരട്ടെ, കുറച്ചുകൂടി FD ഇട്ട് കഴിയട്ടെ, എന്നിട്ട് നാളെ സന്തോഷിക്കാമെന്ന് കരുതി നമ്മുടെ കുറേ സന്തോഷങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കാറുണ്ട്. പല സന്തോഷങ്ങളും നമ്മളങ്ങനെ മാറ്റി വയ്ക്കാറുള്ളതാണ്. ഒന്ന് കണ്ണ് തുറന്നാൽ നമ്മുടെ നാട്ടിലുണ്ടാകും സന്തോഷിക്കാനുള്ള സ്ഥലങ്ങൾ. സന്തോഷം നാം സ്വയം കണ്ടെത്തേണ്ടതാണ്, മറ്റൊരാൾ നമുക്ക് കൊണ്ടുപോയി തരുന്നതല്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മൈൻഡ് വല്ലാതെ ഡെസ്പായിരുന്നു. അതിന് തക്കതായ കാരണമുണ്ട്. ചില കാര്യങ്ങൾ ലൈഫിൽ നിന്ന് വിട്ടുപോയതാണ്. ഇനി ഒരിക്കൽ പോലും തിരികെ ഞാൻ ആഗ്രഹിച്ചാലും മനസ്സ് ആഗ്രഹിക്കാത്ത വിധം അകറ്റി നിർത്തുന്ന ചിലതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ലൈഫിലുണ്ടാവുമല്ലോ. അപ്രതീക്ഷിതമായാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇനി ഒരിക്കലും തിരികെ വരില്ല എന്ന് കരുതിയ ചില കാര്യങ്ങൾ ഒന്ന് ടച്ച് ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, ഒരു കൈ അകലെ നിൽക്കുന്ന, ചിലപ്പോൾ നമ്മളൊന്ന് ടച്ച് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടന്നേക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ വീണ്ടും ഒരു കൈ അകലെ വന്ന് നിൽക്കുമ്പോൾ മനസ്സ് വളരെയധികം ഡിസ്റ്റർബ്ഡാണ്. പക്ഷെ വേണ്ട, എന്തിനാ, എന്താ പറയുക, എങ്ങനെയാണ് അത് പറയുക, വേണ്ട. മനസ്സിനെ സ്വയം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡ്സും. വേണ്ട, ഒരു കൈ അകലെ അത് ഇരുന്നോട്ടെ, നിന്നോട്ടെ, അതിനെ ടച്ച് ചെയ്യാൻ പോകണ്ട എന്നിങ്ങനെ സ്വയം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കുറച്ച് ദിവസമായിട്ട്. ഞാനും എൻ്റെ മൈൻഡും ഓക്കെ അല്ല എന്ന് തന്നെ പറയാം. എ ലോസ് ഈസ് ഓൾവേസ് എ ലോസ് ആൻഡ് ദ മൈൻഡ് ഈസ് റെഡി ടു അക്സെപ്റ്റ് ദറ്റ് ലോസ്. കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ നമ്മൾ ഒപ്പം ചേർന്നപ്പോഴാണ് സത്യത്തിൽ അവർക്ക് ഇന്നത്തെ ദിവസം ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് അതിലും ആമിയും പറഞ്ഞപ്പോൾ സത്യത്തിൽ അവർക്ക് ഇത്രയധികം സന്തോഷമായോ എന്നായിരുന്നു ഞങ്ങൾ രണ്ടുപേരുടെയും ഡൗട്ട്. കാരണം ഈ പറയുന്ന പോലെ ഇന്നത്തെ ജനറേഷൻ മൊബൈലിലും ഈ പറയുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം,
ടിക്ടോക്ക്, ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെയും ഒരു ലോകം എന്ന് പറയുന്നത്. അതിൽ എൻ്റെ മോളെ ഞാൻ കുറച്ച് എന്താ പറയുന്ന ബുക്കുകളിലേക്ക് വായനയിലേക്കൊക്കെ കൊണ്ടുവരാൻ ഞാനും ശ്രമിക്കാറുണ്ട്. ഈ പറയുന്ന അശ്വതി അവളുടെ മോനെയും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്ന പോലെ ആയിരിക്കും അവരുടെ നാളെ അവരുടെ ഫ്യൂച്ചർ അങ്ങനെയായിരിക്കാം. ഞങ്ങൾ പൊതുവേ ഈ പറയുന്ന പോലെ കുഞ്ഞുങ്ങളിലേക്ക് അവരുടെ സന്തോഷത്തിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാതെ ഏത് നേരവും ഫോൺ, സോഷ്യൽ മീഡിയ, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരിലെ ഓരോ കാര്യങ്ങൾ നമ്മളെ ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ നിൽക്കരുത്. അവരുടെ സന്തോഷം എന്താണോ ആ സന്തോഷം നമ്മൾ അവരിൽ നിന്ന് ഷെയർ ചെയ്ത് നമ്മളത് കേൾക്കാനും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അവരുടെ കൊച്ചു കൊച്ചു കഥകളും തമാശകളും കേട്ടിരിക്കാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളെപ്പോഴും ബിസിയാണ്, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ജോലിയുണ്ട്, ശരി തന്നെ, നമ്മൾ ജോലിയാണ്, നമ്മൾ ബിസിയാണ്, നമുക്ക് ഭയങ്കര ബിസി ലൈഫാണ്, ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ഇല്ല എങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പോലും പറ്റില്ല. ഓക്കെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കാൻ സമയം കണ്ടെത്തി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ അവരെ കൊണ്ടുപോയിട്ട് അവരുടെ കുഞ്ഞു ഹാപ്പിനെസ് നമ്മുടെ നേരിട്ട് കണ്ട് അവരുടെ ഹാപ്പിനെസ് നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുകയാണെങ്കിൽ അത് കാണുമ്പോഴായിരിക്കും നമുക്കും യഥാർത്ഥത്തിൽ സന്തോഷം ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിലൊരു ബാല്യം ഉണ്ടാവുമല്ലോ എപ്പോഴും. നമ്മൾ എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ മെച്യൂരിറ്റി നമ്മൾ കാണിച്ചാലും, എത്രയൊക്കെ നമ്മൾ ഇതൊന്നുമില്ല, നമ്മൾ ഭയങ്കര എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിൽ ജീവിച്ചാലും, നമ്മുടെ ഉള്ളിൽ ഒരു കുഞ്ഞു കുട്ടി ഉറങ്ങിക്കിടപ്പുണ്ട്. ആ കുഞ്ഞു കുട്ടീനെ നമ്മൾ ഉണർത്തിയെടുക്കുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ്. അപ്പം നമ്മളെ കണ്ടിട്ട് ചിലർ പറയും, അവൾ ഭയങ്കര ജാടയാണ്, അവൾ ഭയങ്കര മെച്യൂറാണ്, അല്ലെങ്കിൽ ഭയങ്കര ബോൾഡാണ്, അവർക്ക് ഭയങ്കര ജാടയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ടാവും. ബഹുജനം പലവിധം അല്ലേ. അപ്പോൾ അവരെയൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവർ പറയുന്നവർ പറഞ്ഞോട്ടെ. കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ജോലി അതാണ്, കുറ്റം കണ്ടുപിടിക്കുക. അവരതിൽ നിന്ന് യാതൊരു വിധത്തിലും വ്യതിചലിച്ച് മാറുന്നവരല്ല. അവരുടെ സമയമെന്ന് പറയുന്ന മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എവിടെ പോകുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ടിരിക്കുന്ന കുറേ റിലേറ്റീവ്സും നമുക്കുണ്ടാവും, നാട്ടുകാരും ഉണ്ടാവും, കൂട്ടുകാരും ഉണ്ടാവും, നമ്മളുടെ അയൽവാസികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, അതിനപ്പുറം നമ്മൾ എന്ന് പറയുന്ന ഒരാളുണ്ട്, നമ്മുടെ ഉള്ളിൽ ഒരാളുണ്ട്, നമ്മളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഈ പറയുന്ന പോലെ അത് ദൈവത്തിന് നമുക്ക് മാത്രം അറിയാവുന്നൊരു സംഭവമാണ്. നമുക്കും ദൈവത്തിനും മാത്രമേ ആ കെമിസ്ട്രി വർക്കൗട്ട് ആവൂ. അപ്പോൾ ആ ദൈവത്തിന് മുമ്പിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമുള്ളൂ. മനുഷ്യൻ്റെ മുമ്പിൽ നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം, എൻ്റെ കുടുംബത്തിനറിയാം, എൻ്റെ ഫാമിലിക്കറിയാം. അതിനപ്പുറം എന്നെ അറിയാവുന്ന ഒരേ ഒരാൾ അത് ദൈവം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രമാണ് നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുള്ളത്. പിന്നെ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയേണ്ട കാര്യമില്ല, പക്ഷെ ഞാൻ പറഞ്ഞു പോയതാണ്. അപ്പം എന്നെ സംബന്ധിച്ച് സത്യത്തിൽ എൻ്റെ മോള് ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം ഈ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഗ്രൂപ്പ് ചാറ്റിങ്, കമ്പയർ സ്റ്റഡി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ മോൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ് ഇതുപോലുള്ള നല്ല ഓർത്തിരിക്കാൻ പറ്റുന്ന മെമ്മറീസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, എൻ്റെ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മക്കളുടെ സന്തോഷമാണ്. അതിൻ്റെ അപ്പുറം ഒരു സന്തോഷം നമുക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലെ എല്ലാവരും ബിസി ആയതുകൊണ്ട് എല്ലാവർക്കും എപ്പോഴും ഇതുപോലെ പറ്റണമെന്നില്ല.
പറ്റുന്ന സമയങ്ങളിൽ സമയം കണ്ടെത്തി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കുഞ്ഞുമക്കളെയും കൊണ്ട് പോയി ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ ഇവർ 3 പേരും ഇന്ന് ഹാപ്പിയാണ്. പിന്നെ അതുൽ പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് ദൂരേക്ക് കളഞ്ഞു. നല്ല വെള്ളത്തിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് വേണ്ടാന്ന്. അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി. അനദർ അൺഫോർഗട്ടബിൾ ഡേ ഇൻ ലൈഫ്.